നമസ്കാരം. ഫണ്ട് എടുത്ത് റിസ്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പ്രത്യേക ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. ഈ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള തെരച്ചിൽ തുടങ്ങിയത് കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ചെയ്ത വീഡിയോകളുടെ കമന്റിൽ പലരും വന്നിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ച് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ അകത്തേക്കൊക്കെ ഈ ഒരു ഇൻഡിക്കേറ്റർ നല്ലതാണോ, ഷുവർ ഷോട്ട് ആണെന്ന് പറയുന്നു, 100% വിജയകരമാണെന്ന് പറയുന്നു, 90%, 80% ഒക്കെ വിജയമാണെന്ന് വേറെ ചിലർ പറയുന്നു. പക്ഷെ പലരും മടിച്ചു നിന്നതിൻ്റെ കാരണം അതിന് കുറച്ച് പൈസ കൊടുക്കണമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയാവുന്ന പോലെ മലയാളികൾക്ക് എപ്പോഴും എത്ര പണം കൊടുത്തു കഴിഞ്ഞാലും തീർച്ചയായും അതിന് മോശമില്ലാത്ത റിട്ടേൺസ് ലഭിക്കുമെങ്കിൽ ആ പണം കടം വാങ്ങിച്ചിട്ടെങ്കിലും മുടക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കമൻ്റൊക്കെയാണ് ആദ്യം നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടപ്പോൾ അന്വേഷണം ആരംഭിച്ചത്. മറ്റൊന്നുമല്ല, എ മലയാളം ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ പ്രൊമോട്ടിംഗ് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ടൂൾസ് ആൻഡ് ക്ലെയിമിംഗ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ഇൻ യൂട്യൂബ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ഇറ്റ്? അതിനുശേഷം ഇത്തരത്തിലുള്ള കുറേ കമൻറ്റുകൾ പലയിടത്തും കണ്ടു. കുറേ പേർ കുറേ മെസ്സേജുകളൊക്കെ അയച്ചു ചോദിച്ചു, ഈ ഇൻഡിക്കേറ്റർ ട്രേഡ് വ്യൂവിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് പേർ ഈ ഒരു ബ്ലോഗറുടെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. കാരണം ഈ പറഞ്ഞ പോലെ കമൻറ്റിൻ്റെ അകത്ത് ഏത് ബ്ലോഗറാണെന്നൊന്നും പറയാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. പിന്നെ കണ്ടമാനം ഈ യൂട്യൂബ് വീഡിയോകളൊന്നും ഇത് കാണുന്ന ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഏതൊക്കെയാണെന്നുള്ളൊരു പിടിയും കിട്ടിയില്ല. ആ ബ്ലോഗറുടെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിവിടെ അപ്രസക്തമായതുകൊണ്ട് തന്നെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഈ ഒരു ഒറ്റ ടൂൾ കൊണ്ടാണ് എനിക്ക് കുറഞ്ഞൊരു സമയം എന്ന് പറയാം, ഏകദേശം ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഈ ഒരു ഫിഗറിലെ പ്രോഫിറ്റ് ഒക്കെ സമ്പാദിക്കാൻ പറ്റിയത് ഈ ഒരു ഒറ്റ ടൂൾ കൊണ്ടും അതുപോലെ തന്നെ എന്റെ മെന്ററിന്റെ ടീച്ചിങ്സ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ കുറെ ട്രേഡേഴ്സ് കുറെ അവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാർക്കൊന്നും സമ്മതിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് അസൂയാണ്, കണ്ണുകടിയാണ്, ചൊറിച്ചിലാണ്, എന്താണെന്ന് അറിയത്തില്ല, ഇവർക്കൊന്നും സമ്മതിക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ എവിടെയെങ്കിലും എടുത്ത് ഇടുമ്പോ ഇവന്മാര് വന്നേച്ചും പറയും, എടാ ഞാനൊക്കെ 5 വർഷമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ എല്ലാത്തിനും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ മെന്ററാണ്. അതേപോലെ തന്നെ ലോകത്തുള്ള എല്ലാവരും ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അദ്ദേഹത്തോട് വളരെയധികം അസൂയാലുക്കളാണ്. അപ്പോൾ കാലങ്ങളായിട്ട് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ അദ്ദേഹത്തെ വിളിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. കാലങ്ങളായിട്ട് ട്രെയിനർ കം ട്രേഡർ എന്ന് പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തു ചീത്ത പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രേഡ് ചെയ്തിട്ട് 10,000 രൂപ ഉണ്ടാക്കി. കൂടാതെ അദ്ദേഹം ട്രേഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് 10 ട്രേഡിൽ ഏകദേശം 7 മുതൽ 8 ട്രേഡ് വരെ ലാഭത്തിലാണെന്ന് പറയുന്നു. അതായത് 70 മുതൽ 80% വരെയുള്ള അസൂയാവഹമായിട്ടുള്ള ഒരു സക്സസ് പെർസെൻറ്റേജ്. അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ അകത്തൊന്നും എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അവതരണ രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നിഷ്കളങ്കമായിട്ട്, ഇന്നത്തെ ചെറുപ്പക്കാരിൽ പലപ്പോഴും കാണാത്ത ഒരു ഗുണമാണ് നിഷ്കളങ്കത. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരവും എല്ലാം വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിൽ പോലും ബാക്കിയുള്ള ഡിസ്കഷൻ്റെ അകത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഇംപ്രസ്ഡ് ആയതൊന്നും ബാധിക്കുന്നതല്ല. വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ആര് ചെയ്തു എന്നുള്ളതല്ല, അത് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ വളരെ സക്സസ്ഫുൾ ആണെന്നുള്ളത് പറയുന്നു. പിന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ആ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ മറ്റൊരു കമ്പനിയോ ഒരാളോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ ഇദ്ദേഹം ഉപയോഗിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം അതിൻ്റെ ഒരു റെഫറൽ പാർട്ട്ണർ ആകുന്നു. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ പല യൂട്യൂബേഴ്സും പല ഡിമാറ്റ് അക്കൗണ്ടുകളുടെയും പല ബ്രോക്കേഴ്സിൻ്റെയും റെഫറൽ പാർട്ട്ണറായി മാറുന്ന പോലെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഫർ ചെയ്ത ആൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കും. അതേപോലെ തന്നെ ഇദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡിക്കേറ്റർ വേറെ ആരെങ്കിലും പണം കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനും കമ്മീഷൻ ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു ബിസിനസ് മോഡൽ. നമ്മളിതിനെക്കുറിച്ച് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ചർച്ച അദ്ദേഹത്തെക്കുറിച്ചുള്ളത് നിർത്തുകയാണ്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചത്, ഇങ്ങനത്തെ ഒരു മാന്ത്രിക ഇൻഡിക്കേറ്റർ, ഒരു മാജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. പേര് പോലെ തന്നെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് സൂചകങ്ങളാണ്. ഇന്ന് നല്ല ചൂടുണ്ട്, നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് മഴ ചെയ്യാൻ സാധ്യതയുണ്ട്, അത്രമാത്രമേ സൂചന നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തായാലും മഴ പെയ്യും എന്നുള്ളതല്ല. അതുപോലെയാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇൻഡിക്കേഷൻ, സൂചനകൾ ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്, ഒറ്റ ഇൻഡിക്കേറ്റർ മാത്രം വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നത് പലപ്പോഴും കുറച്ച് റിസ്കി അഫെയർ ആണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഡൈനാമിക്സ് കാര്യമായിട്ട് അറിയില്ലെങ്കിൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇദ്ദേഹം 10,000 രൂപയും അതുപോലെ തന്നെ 10-ൽ 8 ട്രേഡും ലാഭത്തിലാക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പല ഇൻഡിക്കേറ്റേഴ്സും 100%-ഓളം വിജയകരമാണ് ഒരു പ്രത്യേക മാർക്കറ്റ് സിറ്റുവേഷനിൽ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചില ഇൻഡിക്കേറ്റേഴ്സ് 100% സക്സസ് ആണ്. പ്രത്യേകിച്ച് ചില ഓപ്ഷൻ റൈറ്റിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ചില ഓപ്ഷൻ റൈറ്റിംഗ് ആൽഗോസ് 100% സക്സസ്ഫുൾ ആയിട്ടുള്ളതുകൊണ്ട് ഒരു റേഞ്ച് ബൗണ്ട് കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ. അതിൻ്റെ അർത്ഥം അത് എപ്പോഴും വിജയകരമാണ് എന്നുള്ളതല്ല. ആ ഒരു പ്രത്യേക മാർക്കറ്റ് സിറ്റുവേഷൻസ് മാറിക്കഴിഞ്ഞാൽ
ഇൻഡിക്കേറ്റേഴ്സ് തരുന്ന സൂചനകൾ മറ്റെന്തെങ്കിലും ആയിരിക്കും. ഉദാഹരണമായിട്ട് നല്ല വേനൽക്കാലത്ത് നല്ല ചൂടുണ്ട്, ചിലപ്പോൾ ചെറിയ മഴക്കാറും ഉണ്ടാകും, പക്ഷേ മഴ വരാനുള്ള സാധ്യത തുലവും തുച്ഛമായിരിക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് മാർക്കറ്റ് ഡൈനമിക്സും മാർക്കറ്റ് സിറ്റുവേഷനും അറിയാതെ ഏത് ഇൻഡിക്കേറ്റർ, എത്ര മാന്ത്രിക ഇൻഡിക്കേറ്റർ ലഭിച്ചാൽ പോലും അത് ഫലവത്താവുകയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബേസിക് ആയിട്ട് 3 പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് പ്രൈസ്, അടുത്തത് ടൈം, മൂന്നാമത്തത് വോള്യൂം. ഈ 3 സാധനവും വെച്ചിട്ടുള്ള ഒരു ഞാനിമ്മേ കളിയാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു, അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, 5 വർഷമായിട്ട് ഇരുന്നവർ, അവരൊക്കെയാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവർ, കഴിഞ്ഞ 5 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നവർ. ഞാൻ പക്ഷേ തുടക്കക്കാരനായി വന്നതുകൊണ്ട് എല്ലാവരും എൻ്റെ നേരെ മെക്കിട്ട് കയറുകയാണെന്നുള്ളത്. ശരിയാകാം, തെറ്റാകാം. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, 5 വർഷമായിട്ട് ഇരുന്നവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൂളും ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടില്ല, ഒരു ട്രേഡിംഗ് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ ലാഭത്തിലായിരുന്നിട്ടില്ല. ചിലപ്പോൾ അത് സത്യമായിരിക്കാം എല്ലാവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കൂടി. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വർഷം മാർക്കറ്റിൽ ഇരുന്നിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ, അതായത് അരദശകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അയാൾ വിജയിയായിട്ടോ പരാജിതനായിട്ടോ ഉള്ള ട്രേഡർ ആണെങ്കിലും മാർക്കറ്റ് ഡൈനമിക്സ് ഒരു പരിധി വരെ അറിയാം. നമ്മൾ ഈ കാണുന്ന മിക്ക ഇൻഡിക്കേറ്റേഴ്സ്, ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ ഈ പറഞ്ഞ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ട്, അതായത് ടൈം, പ്രൈസ്, വോള്യൂം, ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സെക്കൻഡറി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു കോഡിംഗ് നോളജ് ഒക്കെ ഉണ്ടെങ്കിൽ പൈൻ സ്ക്രിപ്റ്റിന്റെ അകത്ത് നിങ്ങൾക്കും ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഒരു പിവറ്റ് പോയിന്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ നോക്കാം, അതിന്റെ കൂടെ ഒരു വോള്യൂം വേണമെങ്കിൽ പാരാമീറ്റർ ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര തവണ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രൈസ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം, അത് ഏത് ടൈം ഫ്രെയിമിലാണെന്നുള്ളത് നോക്കാം. ഇത്രയും ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ സക്സസ് പെർസെന്റേജ് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് മാത്രം. സാധാരണ രീതിയിൽ നമ്മൾ പറയാറ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ കോസൽ സിസ്റ്റം എന്നാണ്. സാധാരണ രീതിയിൽ മാത്തമാറ്റിക്സും എഞ്ചിനീയറിംഗും പഠിച്ചവർക്ക് കോസൽ സിസ്റ്റം എന്ന് പറയുന്ന ടേം വളരെ സുപരിചിതമായിരിക്കും. ഒരു പരിധിവരെ ഫിനാൻഷ്യൽ മോഡലിംഗിൽ കൈവച്ചിട്ടുള്ളവർക്കും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് പൂർണ്ണമായിട്ടും അവലംബിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് പലപ്പോഴും അവലംബിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് പ്രൈസും പാസ്റ്റ് പ്രൈസുമാണ്. അതിൻ്റെ അകത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ എക്സ്ട്രാപ്പലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അല്ലാതെ നമുക്ക് ഫ്യൂച്ചറിന് ഒരു ഇൻപുട്ടും നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു സിസ്റ്റത്തിലേക്ക്. അപ്പം കാസൽ സിസ്റ്റത്തിന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടോ എല്ലാം നമ്മുടെ ഈ ഒരു മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻ മോഡലിംഗിന്റെ അകത്ത് അത് ഉണ്ടാകും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും അമിതമായിട്ടുള്ള അവകാശവാദങ്ങളും ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്ത് വിലപ്പോവുകയില്ല. കുറച്ചു കാലം മാർക്കറ്റിലുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര ഗംഭീരമായിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുന്ന പലരെയും ഒരു ടൈം ഫ്രെയിമിൽ എടുത്തു നോക്കുക. ഒരു 10 വർഷത്തെ ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന് പോലും 20 to 30% മാത്രമേ ഒരു ആനുവൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഫിനോമിനൽ റിട്ടേൺസ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് പലപ്പോഴും പലയിടത്തും യോജിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, ചെറുപ്പക്കാരോടാണ് പ്രത്യേകിച്ച് ഈ മാജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടിട്ട് പോകുന്നവരെ സംബന്ധിച്ച്. ഈ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലാണെങ്കിലും ഏതിനകത്താണെങ്കിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെങ്കിൽ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അത് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റെഡിമെയ്ഡ് ദോശമാവ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ്. അതായത് പെട്ടെന്നൊരു ദിവസം ഈ ദോശമാവ് ഉണ്ടാക്കുന്ന കമ്പനി നിന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോശ കഴിക്കാൻ കഴിയില്ല. അതിനു പകരം ഈ ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാകുകയില്ല. അതുപോലെയാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സിന്റെ അകത്ത് ഏതെല്ലാം ഫാക്ടേഴ്സ് ഏതെല്ലാം രീതിയിലാണ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്കറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം ഈ ഇൻഡിക്കേറ്റർ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞു തുടങ്ങേണ്ടി വരും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ജീവിതയാത്രയാണ്, ഒരു പഠനമാണ്. ആ ഒരു പഠനം നിങ്ങൾക്കൊരു ഉപജീവനം നേടിത്തരുന്ന രീതിയിൽ ആക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന എല്ലാ സാധനത്തിനും ഒരു കാലാവധി അവിടെയുണ്ട്. ചില കാലങ്ങളിൽ മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ. മറ്റൊരു അപകടകരമായിട്ടുള്ള രീതി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു കാലങ്ങളായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡിങ്ങും ട്രെയിനിങ്ങും നടത്തുവാനുള്ള ഉത്തേജനം നൽകുന്ന വീഡിയോകളൊക്കെ ഒന്ന് അടങ്ങിയ സമയത്താണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ വരുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള വീഡിയോയുടെ സ്റ്റൈലും ഒക്കെ നോക്കി കഴിയുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടുതൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു, അതായത് ജെൻസി ഒക്കെ ആയിരിക്കാനാണ് വഴി. അപ്പോൾ ആ ഒരു തലമുറ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് ഉത്തേജിതരായി അച്ഛൻ്റെയും അമ്മേൻ്റെയും കാശ് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് മാറുമോ എന്നുള്ള ആശങ്ക ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും അവസാനമായിട്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. റെഡിമെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സ് പണം കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരം പഠനത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മേൽപ്പറഞ്ഞ 4-5 വർഷങ്ങളായിട്ടുള്ള ട്രേഡേഴ്സ് അവരുടെ
അത്രയും പ്രവൃത്തി പരിചയമാകുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ മൊത്തം ഡിപ്ലീറ്റ് ആയി പോവുകയോ ചിലപ്പോൾ അതിൽ കൂടുതലോ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്നും പാഠം പഠിച്ച് സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ആശംസകളോടെ മറ്റൊരു വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.